താരതാരിലും വിടർന്ന താരതരിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കൂ ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചെന്നിടും സുമംഗളായിരാവുലങ്ങൾ ഭാരതത്തിൻ വാഴ്വിൽ. എന്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ID കാർഡോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരുപാട് കുട്ടികൾ സ്കൂളിന്റെ ഗേറ്റൊന്നും പോട്ടില്ലായിരുന്നു. ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ ഫുഡ് ഇപ്പോഴാണെങ്കിൽ 8:45 ബെല്ലടിക്കുകയാണെങ്കിൽ 8:30 കഴിയുമ്പോഴേ ആൾക്കാർ സെക്യൂരിറ്റി അടിക്കും. 8:45 ഗേറ്റ് അടയ്ക്കും. പിന്നെ പ്രിൻസിപ്പലിന്റെ പെർമിഷൻ വേണം. വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ പ്രത്യേകിച്ചുള്ള ഈ ആധുനിക യുഗത്തിലുള്ള അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസ് ഒരുപാടുണ്ട്. എനിക്കൊന്ന് ഏഷ്യാഡ് വന്നപ്പോഴാണ് ഞാൻ പോലും ആദ്യമായിട്ട് നമ്മുടെ കാലഘട്ടത്തിലുള്ളവരൊക്കെ ആദ്യം TV കാണുന്നത്. എനിക്ക് അപ്പോൾ ഒരു 10 വയസ്സൊക്കെ അടുപ്പിച്ചാവും ആദ്യമായിട്ട് TV എന്ന് പറഞ്ഞ സാധനം കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ജനിച്ചു വീഴുന്ന കുട്ടി കരകയറിക്കാൻ വേണ്ടി കളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ ഫോൺ കൊടുക്കാം. പക്ഷെ കൊടുക്കുന്നതിൽ ഒരു കാരണം നമ്മൾ ഓഫ്ലൈൻ മോഡലിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് റേഡിയേഷൻ കുറച്ച് ആ കുട്ടിക്ക് കിട്ടും. പിന്നെ ഇപ്പൊ എന്തിനും നമുക്ക് ശാശ്വത പരിഹാരം മൊബൈൽ ഫോണാണ്. പക്ഷെ മൊബൈൽ ഫോൺ നമ്മളെ ഇപ്പൊ പലപ്പോഴും വഴിതിരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചാടിക്കുകയും അതുപോലെ മൊബൈൽ അതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രമേ അതിന് പറയാനുള്ളൂ. നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയും മനസ്സും അതിനപ്പുറത്താണ്. നമ്മൾ ഒരിക്കലും ഇതിന് അടിമയാവില്ല. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളെ സ്മാർട്ട് അല്ലാതാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഫോണിനെ കണ്ട് സ്മാർട്ട് ആയിരിക്കും. അതാണ് വേണ്ടത്. മൊബൈൽ ഫോൺ വളരെ നല്ലതാണ്. ഏത് കാര്യങ്ങളും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഇപ്പോൾ കിട്ടും. ശരിയായ തെറ്റാണെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോഴത്തെ AI വെച്ച് തന്നെ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്നെ വേറെ നന്നായിട്ട് കാണിക്കുകയും ചെയ്യാം. ഇപ്പൊ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് പണ്ട് കളർ നോട്ടും ഒറിജിനൽ നോട്ടും പറയുന്ന പോലെയാണ്. അപ്പൊ അത്ര ടെക്നോളജി അത്രത്തോളം നമ്മൾ പുരോഗമിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കണ്ടുപിടുത്തങ്ങളും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഡ്രൈവർ ഇല്ലാതെ ബസ്സോടും ട്രെയിനോടും ഫ്ലൈറ്റും വരെ ഓടുന്ന കാലഘട്ടം വരികയാണ്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് കയറില്ല. ഫ്ലൈറ്റ് ഇല്ലാതെ ഫ്ലൈറ്റ് ഓടിക്കുന്ന കാലഘട്ടമാണ്. അതിൽ ഞാൻ ഫ്ലൈറ്റ് കയറില്ല. വളരെ സന്തോഷം. എല്ലാവരിലേക്കും സെൻസിറ്റൈസ് ചെയ്യുന്ന വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടുകൂടി ഓരോ 6 മാസം കൂടുമ്പോഴും നിർമ്മിത ബുദ്ധി പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ തലമുറയിൽ ലോകപ്രസിദ്ധരായ പല ചരിത്രകാരന്മാരുടെ അടുത്തും അവരുടെ ഒരു വീക്ഷണമുള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ച അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്കിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാനസികമായ ശക്തിയുള്ള അല്ലെങ്കിൽ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് ഏറ്റവും അത്യാവശ്യം എന്നുള്ളതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാവണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഓരോ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും അതിൽ നിന്നൊക്കെ പതറിപ്പോയി തിരിച്ചുവരവിന് അസാധ്യമാകുന്ന വിധത്തിൽ അതിൽ നിന്നൊക്കെ ഒരു പരാജയത്തിൽ നിന്നൊക്കെ പിന്മാറി വിജയത്തിലേക്ക് കടക്കാൻ ഭയക്കുന്ന ഒരു തലമുറയേക്കാൾ കൂടുതൽ വളരെ ശക്തരായിട്ട് തന്നെ പരാജയങ്ങളെ ഏറ്റുവാങ്ങുകയും പല സമയങ്ങളിലായി വരുന്ന പരാജയങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, പരാജയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അത്ര പാഠങ്ങൾ നമുക്ക് വിജയത്തിൽ നിന്ന് ലഭിക്കാറില്ല. വിജയത്തിൽ നിന്ന് ലഭിക്കുന്നത് നമുക്കൊരു ഉന്മാദമോ ഒരു ഹരോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒക്കെയാണ്. പക്ഷെ പരാജയത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അധികം പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പം പരാജയങ്ങളെ വളരെ വളരെ നോർമലായിട്ടും അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണുകയും
കൂടെ നമ്മൾ അതിനെ വിജയത്തിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നേടുന്നതിലേക്കും പ്രാപ്തരാകിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു പരാജയ ഭീതി ഇല്ലായ്മയാണ് നമ്മളിൽ എല്ലാവരിലേക്കും കടന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളോടും സ്പോർട്സ് ശീലിക്കണം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരിൽ കാണുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമായ അതിൽ നിന്ന് മാറാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സ്പോർട്സ്. കാരണം അതുകൊണ്ട് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് കുട്ടികൾക്ക് ഏറ്റവും വലിയ ആവശ്യമാണ്. ഇന്ന് ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ഏറ്റവും നല്ല മാർഗവും മേടിച്ച് അതിനുള്ള ആദരവാണ് ഇവിടെ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ അശക്തനാണ് സംസാരിക്കാൻ. കാര്യം നിങ്ങൾ ഒരു സബ്ജക്ട് നൽകുന്ന ആളാണ് ഞാൻ 3 സബ്ജക്റ്റുകൾക്ക് മേടിച്ചിരുന്നത്. ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ അവരുടെ ഹയർ സെക്കൻഡറി നടത്തി 25 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അത് തിരുവനന്തപുരം അതിരൂപതയെ അണ്ടറുള്ള ഒരു സ്കൂളാണ്. അപ്പൊ സ്കൂളില് നമ്മുടെ അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് ശ്രീ എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്ത് ഏറ്റവും കൂടുതൽ പറന്ന് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തി അവാർഡ് ഒരു പൂർവ്വ വിദ്യാർത്ഥി ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. എപ്പോഴും ഉയരങ്ങളിൽ കൂടെ നടക്കുന്ന ഒരാളാണ്. ആ ഉയരങ്ങളിൽ കൂടെ നടക്കുന്ന ആളെന്ന് പറഞ്ഞ് ക്ഷണിച്ച് ഏറ്റവും കൂടുതൽ വിമാനയാത്രക്കാരായ ക്ഷണിച്ച ആൾ ഞാനായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉയരങ്ങളിലായിരുന്നു. മറ്റു കുട്ടികൾ ബെഞ്ചിൽ നിന്ന് ഡെസ്കിൽ ചെല്ലുമ്പോൾ ഞാൻ ഡെസ്കിന്റെ മുകളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നെ പഠിപ്പിക്കുന്ന സാറന്മാർ എന്നെ മിക്കാൽ ഡെസ്കിന് വേണ്ടി നിർത്തുവാൻ. ഞാൻ ആ ഉയരങ്ങളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ നല്ല കയ്യിൽ ഹെഡ്ഫോൺ എഴുതുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികൾ നോട്ടുകൾ കണ്ടാണ് പഠിച്ചത്. ഇതിൽ നിന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് നിങ്ങളെല്ലാം നല്ല മാർക്കിന് അർഹരായിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ടീച്ചേഴ്സുമാണ്. പക്ഷെ നിങ്ങൾ അവർക്ക് അനുവദിക്കാത്തൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ശിക്ഷ ഇന്ന് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. 45 മിനിറ്റ് സ്കൂളിന്റെ ഡെസ്കിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു വേദന ഇരിക്കാൻ പോലും സാധിക്കാതെ 40 മിനിറ്റ് നിൽക്കുമ്പോൾ അടുത്ത ദിവസം ഹോംവർക്ക് ചെയ്തു വരും. എന്നിട്ടും ചെയ്യാതെ പല പ്രാവശ്യം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് അന്നത്തെ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചിരുന്ന പാഠം. എഡിറ്റോറിയൽ ബോർഡോ എഡിറ്റിംഗോ ഇല്ലാതെ വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ കട്ടിലിന്റെ അടിയിലോ ബെഡ്ഷീറ്റിന്റെ ഉള്ളിലോ തെങ്ങിന്റെ മുകളിലോ ഒക്കെ കയറി വായിൽ തോന്നുന്നതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറവാണ്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ. അപ്പോ അങ്ങനെ പലപ്പോഴും എന്തിലും ഗുണവും ദോഷവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സൊസൈറ്റിയിൽ വ്യക്തിഹത്യയൊക്കെ വളരെ, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കും. ഇപ്പൊ AI കൂടി വന്നതോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി വീഡിയോ ദൃശ്യങ്ങളും ശബ്ദങ്ങളും എല്ലാം അതില് കയറ്റിവിടും. അങ്ങനെ നല്ല ഒരു കാര്യത്തെ ഏറ്റവും മോശമായിട്ട് കൂടി നമ്മുടെ സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കൂട്ടായ്മ, ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഈ നാടിനും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ വിവിധ രംഗങ്ങളെല്ലാം കഴിവ് തെളിയിച്ചവർക്കും ഒക്കെ അനുമോദനവും അവർക്ക് ഈ രീതിയിലുള്ള സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് വളർന്നു വരുന്ന തലമുറയ്ക്കും അടുത്ത കുഞ്ഞുങ്ങൾക്കും ഒക്കെ മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ എന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഈ കൂട്ടായ്മയുടെ മുഴുവൻ പേർക്കും ആദ്യമേ പറയട്ടെ.
Thank